അത് ബാക്കി കാണുന്നില്ലല്ലോ ഇപ്പൊ. പിന്നെ ഒരു ബാൻഡ്, പിന്നെ ഹെൽമെറ്റ് ഒട്ടിക്കുന്ന സ്റ്റിക്കർ, പിന്നെ ജേഴ്സി. 100 കിലോമീറ്റർ റേഞ്ച് ഉണ്ട്. ഇപ്പം 200. ആ, ഇത് വൂൾഫ് റൈൽസ് ഇവിടുന്ന് തിരുവാങ്കളം വഴി കോലഞ്ചേരി ടൗണ്, അവിടുന്ന് മൂവാറ്റുപുഴ കയറിയിട്ട് പൊയ്യാലിമല അങ്ങോട്ടാന്ന് തോന്നുന്നു സെക്കൻഡ് ഹാഫ്. വണ്ടിയുടെ സ്ഥലമുണ്ട്, വണ്ടി അതിൻ്റെ ഉള്ളിൽ കൊണ്ടിട്ട് എന്തേ ഓടിക്കണ്ടെന്ന് ഒന്ന് ഫൈറ്റ് നോക്കാന്ന് വിചാരിച്ചു. വെറുതെ രസം. ഞങ്ങൾ ഇന്നലെ വന്ന് സെറ്റ് ചെയ്ത്. നടക്കൊട്ടിച്ചാ പോരെ? അവിടെ ഒട്ടിച്ചു പിന്നെ പറിക്കലും പരിപാടിയൊന്നുമില്ല. ഇല്ല കേട്ടെ ഇവിടെ ഒട്ടിച്ചാ പോരെ? ഇത് തന്നെ വെച്ചു. അതിന് ചായ വേണമെന്ന് പറഞ്ഞില്ലായിരുന്നു. അനന്തു ഓഫാ, ഞാൻ ഓഫാ. ഔട്ട് ഫോക്കസ് ചെയ്യുക, ഒറ്റ ത്രോട്ടിൽ പോവാ. ഓരോന്ന് പറഞ്ഞ് ചാടിക്കാൻ നോക്കണ്ട. കൈ കൊടുത്തെടുക്കുക, ഒറ്റ ത്രോട്ടിൽ കവർ ചെയ്യുക. എക്സിറ്റ് മാത്രം നോക്കുക, ഇതിനകത്തോട്ട് നോക്കരുത്. ഓക്കെ ഓക്കെ. ദൂരെ നോക്കുക. പോക്കാം.
അടി തട്ടിയായിരുന്നോ? അടി തട്ടിയോ? ആ നല്ലൊരു സ്പീഡ് ഉണ്ടെങ്കിലും കവർ ചെയ്ത് പോകാം. ആ ഈ സൈഡിൽ കൂടെ സൈഡോ സെൻറ്ററോ ഒന്നും ഒരു കുഴപ്പമില്ല. നിങ്ങൾ നേരെ നിങ്ങൾക്ക് പോകേണ്ട ദൂരം എങ്ങോട്ടാണോ അങ്ങോട്ടാണെങ്കിൽ അങ്ങോട്ട് നോക്കുക. ഒബ്സ്റ്റക്കിൾ നോക്കിയേ വേണ്ട. സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് പൊക്കോ. വണ്ടി കവർ ചെയ്ത് അപ്പുറത്ത് എത്തിക്കോളും. സ്പീഡ് കുറച്ചുകൂടി വേണം. ക്ലച്ച് പിടിക്കേണ്ട ആവശ്യം വരരുത്. ക്ലച്ച് പിടിക്കരുത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു സ്പീഡ് ഉണ്ടെങ്കിൽ നേരെ അങ്ങോട്ട് കവർ ചെയ്ത് പൊക്കോളൂ കേട്ടോ. ഇത് ചിന്തിച്ച് പോകുമ്പോഴാണ് അവിടെ സ്റ്റക്കാണ് വണ്ടി. അപ്പോൾ ആ ഒരു സ്പീഡ് നോർമലി ഉള്ളത് കുറച്ചുകൂടി ഓവർ സ്പീഡ് കൊടുക്കുക പൊക്കോളും. നിന്ന് പൊക്കോളൂ കേട്ടോ. ഓക്കെ ഇനി എങ്ങോട്ടാ? ആ നല്ല ട്രെയിലാ. ആ ടയറിൻ്റെ പുറത്തൊക്കെ എൻ്റെ കുറേ കറങ്ങി. പക്ഷേ അവസാനത്തെ കല്ല് ക്ലച്ച് പിടിക്കല്ലേ, ക്ലച്ച് പിടിക്കാതെ അങ്ങ് എടുത്തു. ഒന്നും നോക്കണ്ട, ക്ലച്ച് പിടിച്ചാലാണ് വീഴുന്നത്. ഉണ്ട് കുറച്ചുണ്ട്. പക്ഷേ ആ എൻ്റെ ടയർ ഉണ്ടായിരുന്നു. ആ ക്ലച്ച് പിടിക്കില്ല, അത് ഓർത്താൽ മതി കേട്ടോ. ക്ലച്ച് പിടിക്കാതെ ഫസ്റ്റിൽ തന്നെ പോയാൽ മതി. ഫസ്റ്റ് മാത്രം. എങ്ങോട്ടാണ് ഇനി പോകുന്നത്? ഹെൽമെറ്റ്. All you need to do is that just do one wrap of it and then leave it again. And you have to firmly press your foot on it, right? Same thing over here. Again, one wrap and then leave it. So if you take your foot off the peg, no, automatically you will be free from your bike. It's a control of safety, so that you, however you're getting towed, but your control is in with you. You don't need to. He will not pull you. If you take your legs off, strap will move and your bike will be free to navigate. That's the idea. Yeah. So it is. Just go for it. Yeah. Similar way, just park your motorcycle in this fashion. Yeah, one roll. That's it. See the right? Yeah. Yeah, one roll. Round it. That's it. കയറ്റി വെക്കണല്ലേ? Navigation again. They can start. They can ask them to see the map and then they can go and use it. Yeah. Yeah. Bus. That's it. Okay. Just roll it. That's about it. Nothing else. Okay. That's it. Yeah, thank you. You have to firmly hold your the door open. Okay. Right? Don't switch on your motorcycle. It should be neutral. Nothing to worry. Slowly tow. Right? And the weight. If he's ready, just check with them. If he's ready, then tow. Slowly. No. Switch off your bike. Okay. സെറ്റ്. ന്യൂട്രൽ ഇട്ട് പിടിച്ചാൽ മതിയേ. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി എങ്ങോട്ടാ നെക്സ്റ്റ്?
Navigation. Koyalimala. From here we can start. Yes. Helmet. പോയല്ലേ? നേരെ മൂവാറ്റുപുഴ അവിടെ എത്തിയിട്ട് നോക്കാം. വിട്ടോ. മാറ്. ഇതല്ലായിരുന്നോ? അതാ നമുക്കത് ഇതായിരുന്നു ശരിക്കുള്ള വഴി. നമ്മൾ അതിലേ വന്നോണ്ട് അത് കണ്ടത്. നേരെ എല്ലാരും പറഞ്ഞോ നേരെ. അടുത്ത ഏതാ? നാവിഗേഷൻ കഴിഞ്ഞു. അകത്തത് സാധനം ചെയ്തോ? ടൈം ട്രയലാണോ? ഇല്ല, അത് ചെയ്യണം തോന്നുന്നു. അകത്തോട്ട് കയറ്റി. സെറ്റ് ചെയ്ത് ഇതിൽ 4 ഡിഫോൾട്ട് ഉണ്ട്. ഈ 3 എണ്ണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബേസിക് ആയിട്ടുള്ളതാണ്. നിങ്ങൾ ഡെയിലി റൈഡിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ടച്ച് ആൻഡ് ഫീൽ ആയിട്ടുള്ള സംഭവം മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് 2 എണ്ണം ഭയങ്കര ബേസിക് ആണ്, 2 എണ്ണം കുറച്ച് പാടായിരിക്കും കണ്ടിരിക്കാനായിട്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഇതിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ കുറച്ചുകൂടെ എല്ലാം ഒന്ന് പിടിച്ചൊക്കെ നോക്കുക. മാസിലിട്ട് ലൂസാക്കിയിട്ടൊക്കെ ഇതിന് 3, 4 ക്ലച്ച് കേബിൾ ലൂസാക്കിയിട്ടൊക്കെ 2 ഒരെണ്ണം വീൽ ബേസ്ഡ് ആയി. ഇപ്പുറത്ത് നോക്കിയാൽ മനസ്സിലായി. ഈ 2 എണ്ണം കൂടെ ഉണ്ട്. റിയർ വീലിനെ ബേസ് ചെയ്തിട്ടാണ്. ചെയിൻ ഓവർട്ടായിട്ടാണ്. അവിടെ ചെയിൻ ലൂസ്. അപ്പോൾ എല്ലാം കഴിഞ്ഞു. ഇനി ഇപ്പുറത്ത് ഒരെണ്ണവും കൂടെ കണ്ടുപിടിക്കാണ്ട് റിയർ വീലിനെ ബേസ് ചെയ്തിട്ട് ഈ സൈഡിലായിരിക്കും. ബ്രേക്ക് ആണോ? ഡയറക്ഷൻ നോക്കണ്ട. ബ്രേക്ക് പാഡാണോ? ബ്രേക്ക് പാഡ് ഉണ്ട്. പിന്നെന്താ കേബിളും എല്ലാം ഇല്ല, ABS കേബിൾ നോക്കണ്ട. അത് കുറച്ച് ലൂസാക്കിയ അപ്പുറത്തെ സൈഡിലൊന്നുമില്ല, എല്ലാം ഇപ്പുറത്ത് തന്നെ. ഒരേ ഒരു ഡിഫക്റ്റ് ഉള്ളൂ, അത് കണ്ടുപിടിച്ചാൽ മതി.
ബാലൻസിങ് അറിയാമല്ലോ എല്ലാവർക്കും. വീൽ ബാലൻസിങ് ചെയ്യുമ്പോഴത്തേക്കും നോർമലി നമ്മൾ വീല് റൊട്ടേറ്റ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഫോഴ്സ് കൊടുക്കും. ഈ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ഷേക്കിംഗ് ഉണ്ടെങ്കിൽ വീൽ ബാലൻസിങ് ശരിയല്ല. ഷേക്കിംഗ് ഇല്ലെങ്കിൽ മാത്രമേ ഉള്ളൂ വീൽ ബാലൻസ്ഡ് ആണെന്ന് പറയാം. ഇതാണ് സ്വിംഗ് ആം എന്ന് പറയുന്നത്. ഈ സ്വിംഗ് ആമിൽ നിങ്ങൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ കുറച്ച് നമ്പേഴ്സ് കാണാൻ പറ്റുമോ? ഇത് സ്കെയിലാണ്. അതായത് നമ്മൾ യൂഷ്വലി നമ്പേഴ്സ് ഉണ്ടാവും. ഈ നമ്പേഴ്സ് 3, 5 എന്നൊക്കെ പറഞ്ഞു പോകും. സാധാരണ ബൈക്കിലൊക്കെ നമ്മൾ വീൽ ബാലൻസിങ് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും 3, 3 വെച്ചിട്ട് ചെയ്യും. അപ്പോൾ ഷേക്കിംഗ് ഉണ്ടാവില്ല ഇവിടെ. ഇതിൽ 3ഉം ഒരെണ്ണത്തിൽ 5ഉം ആണ്. അത് പക്ഷേ എല്ലാവർക്കും കണ്ടുപിടിക്കാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയാത്ത കാരണം ഒന്ന് ടച്ച് ചെയ്ത് ഫീൽ ചെയ്ത് നോക്കാൻ പറയാം നമ്മൾ. ഇവിടെ ടച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ ആക്ച്വലി ഇവിടെ ടൈറ്റ് ചെയ്ത് ഞാൻ ഇനി അത് വലിച്ചുവിടണ്ടേ. അപ്പോൾ ഇവിടെ ശരിക്കും ഒരു പ്ലേ ഉണ്ട്. ആ പ്ലേ വരാൻ പാടില്ല. പിന്നെ ഇവിടെ ഗ്യാപ്പ് കാണാം. സ്വിംഗ് ആം കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. വീൽ ആക്സിൽ ബാലൻസ്ഡ് ആണെങ്കിൽ ഗ്യാപ്പ് ഉണ്ടാവില്ല. വീൽ ആക്സിൽ ബാലൻസ്ഡ് ആണെങ്കിൽ ഫുള്ളി ഫിറ്റഡ് ആയിരിക്കും. ഇനി ഇതൊന്നും അറിയാത്ത ആള്, ഇപ്പം പുതിയതായിട്ട് വരുന്ന ഒരാളാണെങ്കിൽ ഇതൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ആ ആൾക്കാണെങ്കിൽ 2 വണ്ടിയുടെയും വീലിൻ്റെ ഈ സൈഡ് വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ ഞങ്ങൾ നട്ട് ലൂസ് ചെയ്ത് വെച്ചേക്കാം. അവിടെ ടൈറ്റ് ആയതുകൊണ്ട് ത്രെഡ് കുറച്ചും കൂടെ തള്ളി പുറത്തേക്ക് വരും. ഇവിടെ എഡ്ജിലായിരിക്കും ത്രെഡ് വന്ന് നിൽക്കുന്നത്. അതാണ് വ്യത്യാസം. So that will bear your number and all. You might have got a number, right? And also you will be having a round sticker like this. This is supposed to be